മുഹമ്മദും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ഓതിയ ഖുർആൻ നീ സ്വീകരിക്കണേ റഹ്മാനെ. സൂറത്തുൽ ഫാത്തിഹ, യാസീൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എല്ലാ ഔറാദുകളും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അല്ലാഹുവേ മുന്തിയ മിസ്ലു സവാബ് ഈ മഹത്തായ ഈ ഹദ്റത്തിൽ വിശ്രമിക്കുന്ന മഹാനായ റഈസുസ് സാഹിദീൻ ശൈഖ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇവിടുത്തെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ദുനിയാവിനെ പൂർണ്ണമായി വെടിഞ്ഞ് അല്ലാഹുവേ നിന്റെ മാർഗത്തിലായി മലയിടുക്കുകളിൽ ഈ കടലിടുക്കിൽ ഈ ഒഴിഞ്ഞ പ്രദേശത്ത് വന്ന് ഇബാദത്ത് ചെയ്ത് അങ്ങനെ നിന്നിലേക്ക് ജീവിതം സമർപ്പിച്ച് അങ്ങനെ അങ്ങ് വഫാത്തായ മഹാനവറുകളുടെ ഹദ്റത്തിൽ വന്ന് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മദനീയം കുടുംബങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ഞങ്ങളെ ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ദീർഘായുസ് തരണേ അല്ലാഹ്. ആഫിയത്ത് തരണേ അല്ലാഹ്. ആരോഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ യാസീൻ ഓതിയവർ, ഖുർആൻ ഓതിയവർ, മദ്ഹുകൾ ചൊല്ലിയവർ എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ആൺമക്കളില്ലാത്തവർക്ക് നീ ആൺമക്കളെ കൊടുക്കണേ അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് നീ പെൺമക്കളെ കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് നീ നല്ല വീടുകൾ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ മോചനം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കിട്ടാനുള്ളത് മുഴുവനും ഞങ്ങളെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു തരണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് നീ നല്ല റാഹത്തുള്ള സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിൻ തുടങ്ങിയ എല്ലാ രോഗങ്ങളും ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. തന്ന രോഗങ്ങളെല്ലാം നീ മായിച്ചു കളയണേ അല്ലാഹ്. തന്ന സമ്പത്തുകളും വീടും ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചെലവഴിക്കേണ്ടി വരുന്ന മാരകമായ രോഗങ്ങൾ, ഡയാലിസിസ് പോലെയുള്ള രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഒന്നും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. നല്ല പ്രതിഭകളാക്കണേ റഹ്മാനെ. അതവും കുരുത്തവുമുള്ള മക്കളാക്കണേ അല്ലാഹ്. സ്നേഹനിധികളായ ഞങ്ങളെ മാതാപിതാക്കൾ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ സ്വർഗ്ഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളിലേക്ക് നിന്നെ മുന്തിയ മിസ്ലു സവാബ് ബറക്കത്ത് കൊണ്ട് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച എല്ലാ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ജയിലുകളിൽ കുടുങ്ങിയവര്, രോഗം കൊണ്ട് വിഷമിക്കുന്നവര്, മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, വിവാഹപ്രായമായവര്, പല നിലക്കുള്ള വിഷമങ്ങളുള്ളവർ എല്ലാവരുടെ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ശിഫയും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നിനക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഹൃദയം നന്നാക്കണേ അല്ലാഹ്.
ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. നിന്നെ കുറിച്ചുള്ള ചിന്തകളും പേടിയും ഞങ്ങളെ ഖൽബിലേക്ക് നീ ഇട്ടു തരണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അത് ബഗേട് വന്നു പോയെങ്കിൽ നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. മുഴുവൻ മഹാന്മാരെയും സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഇവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അവസാന സമയം നന്നാക്കണേ റഹ്മാനേ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനേ. ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഞങ്ങളെ മുഴുവൻ ആലിമീങ്ങൾക്കും നേതാക്കൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഹാമിദ് അഹ്ദൽ തങ്ങൾ ഉൾപ്പെടെ ജബ്ബാർ ഹസനി ഉൾപ്പെടെ ഏലംകുളം ഉസ്താദ് ഉൾപ്പെടെ എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ശിഫയും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഹാർട്ട് അറ്റാക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ തലക്ക് സ്ട്രോക്ക് തരല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. ഒരു മഹാനെ സിയാറത്ത് ചെയ്യുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങൾക്കും ഞങ്ങളെ കൂടെ ആമീൻ പറയുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ശരീരത്തിലോ മജ്ജയിലോ മാംസത്തിലോ രക്തത്തിലോ കരളിലോ വയറ്റിലോ കിഡ്നിയിലോ എന്ത് മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിലും ഞങ്ങളെ കണ്ണിലോ ഞങ്ങളെ നാവിലോ ഞങ്ങളെ ചെവിയിലോ തലച്ചോറിലോ ഞങ്ങളെ ശരീരത്തിന്റെ ഏത് അവയവങ്ങളിലും എന്ത് രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിലും അല്ലാഹുവേ റഈസുസ് സായിദീൻ ശൈഖ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് മായിച്ച് കളയണേ റഹ്മാനേ. ദീനിന്റെ ഖാദിമികളാക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനേ. വലിയ ദർസ് നടത്താനും ഇൽമ പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. മരണം വരെ മുത്തു റസൂലുള്ളാഹി മദ്ഹ് പാടാനും പറയാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അതിന് ഭംഗം വരുന്ന ഒരു ജീവിതവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാന് നീ സലാമത്തിലാക്കണേ റബ്ബേ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്. ഐബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഈമാന് നീ സലാമത്തിലാക്കണേ റഹ്മാനേ. സാഹിരീങ്ങളുടെ സിഹർ, ആയിനീങ്ങളുടെ ആയിന്, മുഫ്തിനീങ്ങളുടെ ഫിത്ന, ളാലിമീങ്ങളുടെ ദുൽമ്, സർവ്വ ബലാദും മുസീബത്തുകളും ആക്സിഡന്റുകളും അപകടങ്ങളും എല്ലാം നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനേ. മല പോലെ വരുന്നത് മഞ്ഞ് പോലെയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്. നിന്നെ പേടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം തരണേ റബ്ബേ. ഈ ഹദറത്തിൽ വച്ച് ഞങ്ങൾ ചോദിക്കുന്നത് സർവ്വ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള, നിന്നിലേക്ക് കൽബ് അടുപ്പിക്കാനുള്ള ഒരു വഴി മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിലേക്ക്, ഞങ്ങളെ മദനീയ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കൽബുകളിലേക്ക് നീ ഇട്ടുതരണേ അല്ലാഹ്. ഇട്ടുതരണേ അല്ലാഹ്. ഇട്ടുതരണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസുകൾ നീ ഏറ്റെടുക്കണേ റബ്ബേ. അഹ്ലു ബൈത്തിന് വീട് കെട്ടിക്കൊടുത്തതും പാവങ്ങളെ സഹായിച്ചതും മർക്കസിലേക്ക് കൊടുത്തതും എല്ലാ ദീനിന്റെ സംരംഭങ്ങളും നീ ഏറ്റെടുക്കണേ റബ്ബേ. അതിനെ സഹായിച്ചവർ, പണം തന്നവർ, ചിറ്റുകൾ തന്നവർ, മോതിരങ്ങൾ തന്നവർ, സ്വർണത്തിന്റെ ചെയിനുകൾ തന്നവർ എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാൻ. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഒരാളെയും നീ വെറുതെയാക്കല്ലേ റഹ്മാനെ.
ഒന്നും കാട്ടിക്കൂട്ടലുകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ ഏറ്റെടുക്കണേ റബ്ബേ. മരണം വരെ ദീനിനെ ഖിദ്മത്ത് ചെയ്യണം. അങ്ങനെ ഖിദ്മത്തിലായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഈമാനോടുകൂടെ മരിക്കണം. സ്വർഗത്തിൽ മഹാനവരകളെ കാണണം. അവിടത്തെ കൈപിടിച്ച് ചുംബിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരെ നിന്ദിക്കുന്ന, അവരെ മോശമാക്കുന്ന, അവരെ മക്ബറുകൾക്കെതിരെ തിരിയുന്ന സർവ്വ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഫലസ്തീനിൽ അടക്കമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ കാവലാകണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും നീ നൽകണേ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാം ഈ ഹദ്റത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ പദ്ധതികളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖിൽ